ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ പ്ലക്കം നല്ലല്ലോ കേൾക്കുന്നില്ലേ? അതെ, ഒന്നായി. കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവൻ മറ്റവനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു, ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് റിയലൈസ് ചെയ്തത്. എന്നോട് ശാന്ത പറഞ്ഞു മേരിയുടെ ഭർത്താവ് അത്ര ശരിയല്ലാന്ന്. അപ്പോൾ ഞാൻ മേരിയുടെ ഭർത്താവിനോട് ചോദിച്ചു, മേരിയുടെ ഭർത്താവേ നിങ്ങൾ ശരിയല്ലേ? എനിക്ക് നിങ്ങളൊന്ന് കാണണം. നിങ്ങളെ കണ്ടത് എനിക്ക് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എന്താണ് ഞാൻ ഇങ്ങനെ വേണ്ട നോ നോ പറയുന്നത്? ഇപ്പൊ സ്റ്റോറി എന്താ? ഓക്കെ ഗൈസ്, ഗൈസ് ഹാർട്ട് അല്ല കിഡ്നി ടച്ചിങ് നോക്കണുണ്ടോടാ പാവം തൊപ്പിയും പറ്റും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മളെല്ലാവരെയും വിട്ടുപോയ പ്രിയപ്പെട്ട സലീം കുമാറിൻ്റെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ തുടക്കത്തിനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ വിശ്വാസത്തിനെ ബ്രേക്ക് ചെയ്യുന്ന ഏറ്റവും അടുത്ത ബന്ധം, അത് നമ്മളെ എല്ലാ തരത്തിലും ആ വിശ്വാസത്തിനെ മൊത്തത്തിൽ തച്ച് തകർത്ത് കഴിഞ്ഞു. പിന്നെ സുപ്രഭാതത്തിൽ ഞാൻ വീണ്ടും ഓക്കെ ആണെന്ന് പറഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? ഇത് തുടക്കത്തിൽ ചോദിക്കാൻ കാര്യം, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരു വിശ്വാസം തകർക്കപ്പെട്ടതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് നമുക്ക് അതേ വിശ്വാസം ആ വ്യക്തിയിൽ ഉണ്ടാകുമോ? ആ വ്യക്തിയിൽ നിന്നും അതേ വിശ്വാസം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് ആ ഒരു ജെനുവിനിറ്റി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം വ്യക്തിജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും. പറയാനുള്ള കാര്യം, ഈ അമേയ വിഷ്ണു എന്ന് പറയുന്ന ഒരു കപ്പിൾ, ഈ കുട്ടിയാടാ നീ എന്താടാ ഞാൻ കുനിഞ്ഞ് വീണപ്പം നീ ചിരിച്ചോടാ ഹോ 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 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ പരിഹാസം എന്നുള്ള സംഭവത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് പറയാൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴാണ് പറയേണ്ടതെന്ന് തോന്നുന്നു. കാര്യം ഇത് കേട്ടപ്പോൾ തുടക്കത്തിൽ നിങ്ങളത് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാണാം. കാരണം ഇവരിപ്പോൾ പറയുന്നതും പിന്നെ മുമ്പ് പറഞ്ഞതും ഒക്കെ ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അന്ന് ആ പയ്യൻ കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. അന്ന് ഈ പുള്ളിക്കാരി തള്ളി പറയുന്നു, ഇവർ വേറൊരുത്തൻ്റെ കൂടെ പോകുന്നു. അതിനുശേഷം ഇപ്പം അവനെ കളഞ്ഞിട്ട് ഇപ്പം ഇവൻ്റെ കൂടെ വരുന്നു. കേൾക്കാം. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മേ ബി അബി എവിടെ പോയി. ഈ കുറെ പേരെന്നുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കുറെ പേർ എന്നോട് ചോദിക്കുന്നു എന്നുള്ള സംബന്ധം നമുക്ക് പിന്നാലെ പറയാം. ഓക്കെ, പോയോ അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോകുന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഗൈസ്, അബി ഫ്രോഡായിരുന്നു ഗൈസ്. അബി ആരാ? അതായത് വിഷ്ണു എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു ഇവരുടെ കല്യാണം കഴിക്കാത്ത ഭർത്താവ്. ഇവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇനി പങ്കാളികളായിരുന്നു. അതിനുശേഷം രണ്ടാമത് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന മറ്റൊരുത്തനാണ് ഈ പറയുന്ന അബി എന്ന് പറയുന്നത്. അപ്പോൾ അവനെക്കുറിച്ച് ഇപ്പോൾ വന്ന് പറയുന്നു, കുറച്ച് ദിവസത്തിന് മുമ്പ് മറ്റവൻ ഫ്രോഡായിരുന്നു ആര്, വിഷ്ണു. ഇപ്പം വന്ന് പറയുന്നു അബി ഫ്രോഡായിരുന്നു ഗൈസ്. കേക്ക് ഗൈസ്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്കപ്പ് അല്ല, ദാറ്റ്സ് ചീറ്റിംഗ്. വിശ്വാസ വഞ്ചന എങ്ങനെയാണാവോ ബ്രേക്കപ്പ് ആയിട്ട് പറയുക? നല്ല ഒന്നാം തരം അടിച്ചു കൊടുത്തിട്ട് അവസാനം വന്നിരുന്ന് പറയുന്നത് ദാറ്റ്സ് ബ്രേക്കപ്പ്, എന്താ മൂവ് ഓൺ ചെയ്തോടെ. ഞാനൊക്കെ കൊണകൊണാന്നൊക്കെ എഴുതാറുണ്ട് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ. മൂവ് ഓൺ, ജസ്റ്റ് മൂവ് ഓൺ, അത്രേ ഉള്ളൂ. മൂവ് ഓൺ ചെയ്യുക, അത് ചെയ്യണം. ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ പണ്ട് വില്യം ഷേക്സ്പിയർ പറഞ്ഞു, വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ്, വി ആർ ഓൺലി പ്ലേയേഴ്സ് ഓൺ ഇറ്റ്, മ്യൂലിംഗ് ആൻഡ് പ്യൂക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പഠിച്ച അതുപോലെ ഓർമ്മ വരുന്നത്. ഇതിലേക്ക് കാണുമ്പോഴേക്കും എനിക്ക് കൂടുതൽ പറയാൻ തോന്നുന്നു. എന്താണെന്ന് അറിയാം, കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലുള്ള ആ ഒരു ഇതെല്ലാം കൂടെ എനിക്ക് പുറത്തു വരുന്നത് ഞാൻ കൺട്രോൾ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്കത് മേബി മനസ്സിലായതാണ്. അത് കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് അവൻ മറ്റവനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു, ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് റിയലൈസ് ചെയ്തത്. എന്നോട് ശാന്ത പറഞ്ഞു മേരിയുടെ ഭർത്താവ് അത്ര ശരിയല്ലാന്ന്. അപ്പോൾ ഞാൻ മേരിയുടെ ഭർത്താവിനോട് ചോദിച്ചു, മേരിയുടെ ഭർത്താവേ നിങ്ങൾ ശരിയല്ലേ? എനിക്ക് നിങ്ങളൊന്ന് കാണണം. നിങ്ങളെ കണ്ടത് എനിക്ക് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എന്താണ് ഞാൻ ഇങ്ങനെ വേണ്ട നോ നോ ഞാൻ അങ്ങനെ ആവാൻ പാടില്ല. നോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ അന്നേ നിങ്ങൾ ആരാ? നിങ്ങളെ കാര്യം വിചാരിക്കലാണോ ഇവിടുത്തെ നാട്ടുകാരുടെ പണി? നമ്മൾ ആരും വിചാരിക്കുന്നില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും വിചാരിക്കുന്നുമില്ല.
ഇവർ വന്നിട്ട് പറയുന്നു ഞങ്ങളല്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആരായി നിങ്ങൾ? കുട്ടി, എൻ്റെ സഹോദരിയുടെ പ്രായം പോലും ഇല്ലാത്തൊരു കൊച്ചുകുട്ടി ഈ കാണിക്കുന്ന പ്രഹസനം, ഇജാതി മറ്റേ റീച്ച് കൊണ ഇതൊക്കെ സോഷ്യൽ മീഡിയക്കകത്തുനിന്ന് ഉണ്ടാക്കുമ്പോൾ മിനിമം ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് കുട്ടിയുടെയെങ്കിലും ഒരു മിനിമം ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യും. മിനിമം. ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഞാനും വിഷ്ണുവും കൂടെ ബ്രേക്കപ്പിന്റെ വക്കിലെത്തി. മറ്റേ പണ്ടത്തെ ടോം ആൻഡ് ജെറി ഇതിനകത്ത് മറ്റേ അവസാനം മറ്റേ പൂച്ച വന്നിട്ട് നിൽക്കുമല്ലോ ഇവിടത്ത് നിന്ന് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, അതേപോലെ എത്തി. ബട്ട് ബ്രേക്കപ്പ് ആയില്ല, ഇടിച്ചില്ല. ദെൻ ഞങ്ങൾ തിരിച്ചു വന്ന് ബ്രേക്കപ്പിൽ നിന്ന് തിരിച്ച് ഒന്നായി. അങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ പ്ലക്കം നല്ലല്ലോ കേൾക്കുന്നില്ലേ? അതെ, ഒന്നായി. ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഇവൻ ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. സാഡ്. അബി വന്നതിന് ശേഷമാടാ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആയത്. എന്താണ് അബി? കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല. ഇപ്പോൾ ഞങ്ങൾ ഹൃദയം പൊട്ടാൻ പോയിട്ട് കാത്തിരിക്കുക. പൊട്ടിപ്പോവായിരുന്നു. ഇപ്പൊ ബ്രേക്കപ്പ് അല്ലല്ലോ, ആണല്ലോ. അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ മൊത്തം ഞാൻ ഉറക്കളച്ചിരുന്നത്. ഇപ്പോഴാണ് ഇനി ആഹാരം കഴിക്കണം, ചായ കുടിക്കണം. വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഹായ് ഗൈസ്. ഓക്കെ, ആദ്യം തുടക്കത്തിൽ വീണ്ടത്തെ കേസാണ്. ആ കേസ് നമ്മൾ വീണ്ടും കേൾക്കണ്ട. കമന്റ് ബോക്സ് വല്ല ഓണാണ്. ഓക്കെ, കമന്റ് പിൻ ചെയ്ത് കമന്റ് വായിക്കാം. കുറേ പേർക്ക് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നുണ്ട് ഞാനും അബിയും 2 മാസമായി ഒരുമിച്ച് താമസിച്ചെന്ന്. അങ്ങനെ ഞാൻ താമസിച്ചിട്ടില്ല. ആരോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? താമസിച്ചില്ല. ഈ 2 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതിൻ്റെ കൂട്ടുകാർക്കും അതറിയാം. അതെ, അതിൻ്റെ അല്ല, അതെൻ്റെ ആയിരിക്കും. ഓക്കെ, വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. ആരാ ഈ വിഷ്ണു? അന്ന് കഞ്ചാവെന്ന് പറഞ്ഞ ലവൻ വീണ്ടും വന്നു കരഞ്ഞ് വിളിച്ചിട്ട്. ഓക്കെ, നാട്ടു വിഷ്ണുവിനും അറിയാം. വിഷ്ണു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? വിഷ്ണുവിന് എല്ലാം അറിയാം, വീട്ടുകാർക്കെല്ലാം അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരോടാ കുട്ടി വന്നിരുന്ന് പറയുന്നത്? പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നിരുന്നല്ലേ പണയുന്നത്? ദിസ് ഇസ് ലൈക്ക് പബ്ലിക് കൊണ. പബ്ലിക്കിൽ വന്നിരുന്ന് പറയുകയും ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും വന്നിരുന്ന് പബ്ലിക്കിനെ കുറ്റം പറയുന്നു. ആരെയും ബോധിപ്പിക്കേണ്ടെന്ന്. ഇനി വേറെ രസമുള്ള കാര്യം കാണിച്ചു തരാമേ. ഹായ് ഗൈസ്. ഹായ്. അപ്പൊ കുറെ പേര് ഞാനിപ്പോ വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഹായ് ഗൈസ്. കുറെ പേര് വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ട് കേട്ടോ, നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് നോക്കണം. വിഷമം വന്ന് വല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമ്മൾ നേരെ മിററിന്റെ ഫ്രണ്ടിൽ പോയി മിററിന്റെ അപ്പുറത്ത് ക്യാമറയൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോ എടുക്കുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ, അത് ചെയ്യുന്നവർക്ക് അറിയാം. എല്ലാവർക്കും എന്താ പറയാൻ മനസ്സിലാവില്ല അല്ലേ അമ്മേ? പാർട്ട് 2 എപ്പോഴാ, പാർട്ട് 3 എപ്പോഴാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒന്നും ചെയ്യാൻ, എനിക്ക് അത് ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് കുറച്ച് മുമ്പുള്ള വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത്. അതായത് ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചിയിട്ട വീഡിയോ ആണ് ഞാൻ റിയാക്ട് ചെയ്തത്. അതുപോലെ ഇനി വീണ്ടും പറയും. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അടുത്തും പറയും. ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അത്രമാത്രം. എന്നുവെച്ചാൽ ഞാനും വിഷ്ണു ആ ഒരു പ്രശ്നത്തിൽ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. ബട്ട് ഇപ്പൊ ബ്രേക്കപ്പ് അല്ല. അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ബ്രേക്കപ്പ് അല്ല. ഈ ഹൃദയങ്ങളെ തമ്മിൽ മുറിച്ചു മാറ്റാൻ യാരാലും മുടിയാതെ തമ്പി. കുഴപ്പമില്ല, ഞങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോണുണ്ട്. ഇനി എനിക്ക് കൂടുതൽ നിങ്ങളെ അടുത്തൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇതും കൂടെ ചേർത്ത് എത്രാമത്തെ തവണയാണ് നമ്മളോട് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നതും കൂടെ നിങ്ങൾ കേൾക്കണം. ഇനി ഇത് പറഞ്ഞിട്ട് എന്നാ ഇങ്ങനെ വെറുപ്പിക്കാതിരുന്നാ മാത്രം മതി. ആരാ വെറുപ്പിച്ചത്? എടാ, നിനക്കൊക്കെ നാണമുണ്ടോടാ ഇതൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കാൻ? ഞാൻ വീണ്ടും പഴയതുപോലെ ആവുന്നുണ്ടോ ഗൈസ്? എന്നെ നിയന്ത്രിക്കണേ. എന്നാ ഒരു കാര്യം പറയാനുള്ള, ഈ പറയുന്ന 2 മാസമായിട്ട് ഞാൻ അബിയുമായിട്ട് അല്ലായിരുന്നു. നമുക്കറിയേണ്ട കാര്യം എന്താ വെച്ചാ, അബിയുമായിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളും ഇട്ടുള്ളൂ. അവന്റെ കൂടെ പോയിട്ട് 2 മാസമൊന്നും ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല. ഫോട്ടോ ഇട്ടുള്ളൂടാ, 2 മാസം ഇവിടെ താമസിച്ചൊന്നുമില്ല.
എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെൻ്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. പിന്നെ ഇനി കൂടുതലായിട്ട് എനിക്ക് ആരടുത്തും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നീക്ക് അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് റെസ്പെക്ട് ചെയ്യാം. മറ്റൊരാളുടെ വിഷമങ്ങളും വേദനകളൊക്കെ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ സ്റ്റോറി എന്താ? ഓക്കെ ഗൈസ്, ഗൈസ് ഹാർട്ട് അല്ല, കിഡ്നി ടച്ചിങ് നോക്കണുണ്ടോടാ പാവം തൊപ്പിയും വെച്ചിട്ട്. ചെക്കൻ ഇങ്ങോട്ട് നോക്കി നോക്കി ഒരു പരുവായി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹത്തിന് കണ്ണില്ല, മൂക്കില്ല, അതല്ല മറ്റതില്ല, ഏത് അല്ല തിരിച്ചറിവില്ല, അങ്ങനെ പലതുണ്ട്. ഇനി സ്റ്റോറി മൊത്തം അത് തന്നെ. ഇങ്ങോട്ട് നോക്കി നോക്കി തലയിലൊക്കെ. സാരല്ല, നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വിഷ്ണു പറയണത് കൂടെ കേൾക്കാം. ഹായ്, അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എടാ പഴയ മറ്റേ ആക്ടർ സൈൻ കൊടുക്കാൻ എനിക്ക് നാണും വേണമെന്നില്ല. ഇൻട്രസ്റ്റെല്ലാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, BGM മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സോ മൈ വാവയോ? ഓക്കെ വിഷ്ണു വ്ളോഗർ. അപ്പം നീ പറഞ്ഞത് ശരിയാണ്. സ്നേഹത്തിൻ്റെ പോലെ സ്നേഹിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ആത്മാർത്ഥമായി ഇക്കരെന്നപ്പോൾ അക്കരെ പച്ച, നാളെ വേറൊരുത്തനെ കാണുമ്പോൾ അവൾ ഇതേപോലെ പോകും, അല്ലെങ്കിൽ അവൾ തെളിയിക്കണം നീയാണ് അവൾക്കെല്ലാം. ആക്ച്വലി ദിസ് ഇസ് ദ റൈറ്റ് കമൻറ്റ്. അതായത് ഞാൻ ഇത്ര നേരം പരിഹസിച്ചോ ഇതാക്കുന്നല്ല. എൻ്റെ പൊന്ന് ഗൈസ്, ഈ ബന്ധം എന്ന് പറയുന്നത് എന്ത് തരം ബന്ധം ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങൾക്ക് ഏത് തരം ബന്ധം ആയിക്കൊണ്ട് പോട്ടെ, ആ ബന്ധത്തിൻ്റെ ഇടയ്ക്കൊരു ചീറ്റിംഗ് നടന്നിട്ട് നിങ്ങളടുത്ത് പിന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും മോശക്കാരാണെന്നല്ല. ഓക്കെ, ഇനി ഇവർ ഒരുമിച്ച് മുന്നോട്ട് നന്നായിട്ട് തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ആ ജീവിതം പോട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കും. പക്ഷേ ആ പുള്ളിക്കാരത്തി അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം, നാളൊരു സമയത്ത് ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വന്ന് തിരിച്ച് പറയും അവൻ അങ്ങനെ ആയിരുന്നു പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞാൻ അതുകൊണ്ട് വിശ്വസിച്ച് വന്ന് പറയുന്നു. പുള്ളിക്കാരത്തി എല്ലാ സോഷ്യൽ മീഡിയയ്ക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യപ്പെട്ട് ഇത് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പൊന്നുമില്ല. അത് ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ജീവിക്കട്ടെ, നമുക്ക് മനുഷ്യനെപ്പോഴും അവർ ജീവിക്കട്ടെ എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ നശിക്കണമെന്ന് നമ്മൾ ആരെക്കുറിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫല്ല, അവരുടെ ലൈഫാണ്. സോ വിഷ്ണു വ്ളോഗറിന് സ്റ്റോറി വല്ലതും ഉണ്ടോ? ചിരിയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ നാക്ക് തുറന്ന ഒരാളെ ഇപ്പോൾ ഉണ്ട്. മറ്റേ ഫോട്ടോ കാറിൻ്റെ പുറത്തേക്ക് ആടാ എന്തോ. സോ രണ്ട് വീഡിയോ എവിടെയേ ഉള്ളൂ. ഓക്കെ, ഇവരെല്ലാവരും കൊളാബായിട്ടൊക്കെ തന്നെയാണ് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. സൂപ്പറാണ് ഗൈസ്, അടിപൊളി. റൂൾസ് ഐ ക്രിയേറ്റ് ദം, ഹെവി വെയ്റ്റ്സ്, ഹയർ ഗോൾസ്, വാക്കിംഗ് ഓൺ മൈ ഓൺ പാത്ത്. പണ്ട് മൈ റൂൾ മൈ വേ എന്നൊക്കെ പറയുന്നില്ലേ, പരിപാടി ഇതൊക്കെ തന്നെ ഗൈസ്. സ്കൂളിലൊന്നും പറയാനില്ല. എനിക്ക് രക്ത ചുരുക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത വ്യക്തി വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിൽ റയറസ്റ്റ് ഓഫ് ദ റയർ അല്ലേ, അങ്ങനെ എന്തല്ലേ പറയുന്നത്, അതിൽ വളരെ റയറായിട്ടുള്ള കേസുകളിൽ മാത്രമേ അത് ശരിക്കും ഒരു അബദ്ധമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പറ്റിപ്പോയി ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമൊക്കെ സംഭവിച്ചു പോയതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ബന്ധങ്ങൾ പോയ പല ബന്ധങ്ങളും വളരെ റയർ കേസസിലുണ്ട്. എന്നാൽ മെജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ചീറ്റിംഗ് എന്നുള്ള സാധനം നടത്തി കഴിഞ്ഞ് പോയതിന് ശേഷം തിരിച്ച് വീണ്ടും വന്നതിന് ശേഷം അത് നേരാവണ്ണം പോയ ചരിത്രമില്ല. ഒരു പ്രാവശ്യം പോയി പിന്നെ പോയി മറ്റത് പോയി മറിച്ചത് പോയി എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ കടയിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈഫിനകത്ത് തന്നെ കാണും. അതുകൊണ്ടാണ് ചോദിച്ചത്, വിശ്വാസം അല്ലേ എല്ലാം നമ്മൾ പറയുമ്പം വിശ്വാസം എല്ലാം അല്ലെങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിശ്വാസം അതേപോലെ നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ്. കേട്ടിട്ടില്ലേ? ഇതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പിന്നീട് ഇതാക്കും. മറ്റേ ഈ വിഷ്ണുവിൻ്റെ ഇവരുടെ ലൈഫ് എന്ന് പറയുന്ന സാധനം ഒരു ജസ്റ്റ് ഒരു നമുക്ക് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ലൈഫുകളിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ്. പിന്നെ എല്ലാം നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്ന് പറയുന്നത് ആ പെൺകുച്ചാണ്. എനിക്ക് ആ പെൺകുച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അത് എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ ചിന്താഗതിയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ എന്തൊക്കെയോ ഒക്കെ എടുത്ത് വെച്ച് പറയാവുന്നുണ്ട്. കാരണം അത് പറയാൻ അർഹയാണ്. കാരണം ഞാൻ വേറെ കുറേ വീഡിയോസ് ഈ പുള്ളിക്കാരത്തി മുൻപ് ഈ വിഷ്ണു എന്ന് പറയുന്ന ഇവനെക്കുറിച്ച് പറഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. എന്തിന് ഇതൊക്കെ മാറ്റി പറയാനും ഇവൻ നാളെ മോശക്കാരനാവാനും അധികം സമയം വേണ്ടി വരത്തില്ല. അവൻ കഞ്ചാവാണെന്ന് മറ്റതാണ് മറിച്ചാണ്. പിന്നെ ഇവനെ മടല വിട്ട് അടിക്കണമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ ഉണപ്പിച്ച് പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചില ആൾക്കാർക്ക്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ചില വ്യക്തികൾ അടിച്ചോട്ടി
നിന്നെ വേണ്ട അല്ലെങ്കിൽ നിന്നെ വേണ്ടടി എന്നൊക്കെ പറഞ്ഞ് അടിച്ചോട്ടിക്കും. ഈ അടിച്ചോട്ടിച്ചെന്നാലും മറ്റവർക്കുണ്ടല്ലോ ഇവരില്ലാതെ പറ്റത്തില്ല. അതായത് നമ്മൾ വീട്ടിൽ നല്ല രീതിയിൽ എന്നല്ല, നമ്മൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്ത് നമ്മൾ വീട്ടിൽ വളർത്തിയൊരു പട്ടിക്കുട്ടിയെ തെരുവിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു. ആ തെരുവിൽ കൊണ്ട് ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ചു നടക്കുമ്പോഴും കല്ലെടുത്തെറിഞ്ഞാൽ പോലും ആ പട്ടി നമ്മളെ പുറകെ വരും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പോകുന്ന സമയത്തും ആ പട്ടി നമ്മളെ വാലാട്ടിക്കൊണ്ട് നമ്മുടെ അടുത്ത് വീണ്ടും വരും. അത് വേറൊന്നും കൊണ്ടല്ല, അത് നമ്മുടെ മഹത്വമല്ല. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയെ മാത്രമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എത്ര അടിച്ചോട്ടിച്ചാലും എത്ര ആട്ടിപ്പായിച്ചാലും അതിൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് അവരുടെ കഴിവുകേടല്ല, ദ റിയൽ പ്യുവർ ലവ് ആണ് അവിടെ ഉള്ളത്. അതാണുള്ളത്. അൺകണ്ടീഷണൽ എന്ന് പറയുന്നില്ലേ, അതാണ് സാധനം. അത് കിട്ടാൻ ഭയങ്കര അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആട്ടിപ്പായിച്ചാലും നമ്മുടെ മാഗ്നറ്റ് പോലെ നമ്മുടെ പുറകെ തന്നെ അവർ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വേറെ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പലതും ചെയ്യുന്നെങ്കിലും അവർക്ക് വീണ്ടും നമ്മളെക്കാട്ടിലും വലുതായിട്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കും, നമ്മൾ തിരിച്ച് വിളിക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കും. ഒരുപാട് ജീവിതങ്ങളൊന്ന് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും. അവർക്ക് കണ്ണുനീരും പരിവേദനകളും ആയിരിക്കും. എന്നും മറ്റവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും അവരെക്കുറിച്ച് തന്നെ ആലോചിക്കും. അവർ ചിലപ്പോൾ വേറെ ജീവിതങ്ങളിലായിരിക്കും, എന്നിട്ടും അവരത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവിടെ മൃതപ്രായൻ എന്നുള്ളൊരവസ്ഥയിലും ആയിരിക്കും, എന്നിട്ടും അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മനുഷ്യ ജീവിതമുണ്ട് നമുക്കിടയിൽ. ഇതിന് എനിവേ നിങ്ങൾ പറ എന്താ പറയാനുള്ളത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ അടുത്ത വീഡിയോ ബൈ.